യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന ആത്മീയജ്ഞാന പരമ്പരയിൽ ഇപ്പോൾ പറയുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ശന്തനു മഹാരാജാവിൻ്റെ പൂർവ്വജന്മ കഥയും ബ്രഹ്മദേവനാൽ നിർദ്ദേശപ്രകാരം ബ്രഹ്മലോകത്ത് നിന്ന് വീണ്ടും ശന്തനുവായി ജന്മമെടുക്കുന്ന കഥയും ആ ശന്തനുവിൻ്റെ ജന്മത്തിൽ നായാട്ടിനായി മുന്നോട്ട് പോയ ഗംഗാനദിയുടെ തീരത്ത് വെച്ച് ഗംഗയെ കണ്ടെത്തുന്നതും ഗംഗയിൽ ആകൃഷ്ടനായ ശന്തനു മഹാരാജാവ് ഗംഗയെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന നടത്തുന്നതും ഗംഗാദേവിയുടെ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നതുമായ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. അങ്ങനെ ശന്തനു മഹാരാജാവിൻ്റെ ആവശ്യപ്രകാരം ഗംഗയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വിവാഹം കഴിച്ച ശന്തനു മഹാരാജാവ് തുടർന്ന് ഗംഗ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയായി നിന്നെ തൃപ്തിപ്പെടുത്താമെന്ന് പറഞ്ഞ് ഗംഗയിലേക്ക് വലിച്ചെറിയുന്നതും അങ്ങനെ 7 കുഞ്ഞുങ്ങളുടെയും ഗംഗയിൽ വലിച്ചെറിഞ്ഞതിന് ശേഷം 8ാമത്തെ കുഞ്ഞിനെയും അപ്രകാരം ഗംഗയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ച ഗംഗാദേവിയിൽ നിന്ന് കരങ്ങൾ ചെറുത്തുകൊണ്ട് ശന്തനു മഹാരാജാവ് ഇനി നിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല എന്ന് ആക്രോശിക്കുന്ന ശന്തനു മഹാരാജാവിനോട് ശാന്തയായി ഗംഗാദേവി ഇപ്രകാരം പറയുന്നതാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. അല്ലയോ മഹാരാജാവേ, അങ്ങ് ജന്മം നൽകിയതും ഞാൻ പ്രസവിച്ചതുമായ ഈ കുഞ്ഞുങ്ങളൊന്നും അങ്ങയുടെ പുത്രന്മാരായി മനുഷ്യരായി ഈ ഭൂലോകത്ത് ജീവിക്കേണ്ടവരല്ല എന്നും ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായ വശിഷ്ഠ മഹർഷിയുടെ ശാപപ്രകാരം മനുഷ്യരായി ജന്മമെടുക്കേണ്ടി വന്ന അഷ്ടവസുക്കളാണ് 7 പേരാണ് ഞാൻ ഗംഗയിലേക്ക് എറിഞ്ഞ് മോക്ഷം നൽകിയ 7 പേരും ഈ ഇരിക്കുന്ന 8ാമൻ ആ അഷ്ടവസുക്കളിൽ 8ാമനാണെന്നും എന്നാൽ 7 പേരെയും ഉടൻ തന്നെ മോക്ഷം കൊടുത്ത് പറഞ്ഞയക്കാമെങ്കിലും അങ്ങയുടെ പുത്രന്മാരായി ജന്മമെടുക്കുന്ന ഈ അഷ്ടവസുക്കളിൽ ഒരാളെയെങ്കിലും അങ്ങേക്ക് പുത്രനായി നൽകണമെന്ന് ഞാൻ തന്നെ ആഗ്രഹിച്ചത് പ്രകാരം ഈ കുഞ്ഞ് എൻ്റെ കൈവശമുണ്ടെന്നും ഈ കുഞ്ഞിനെ ഞാൻ വേണ്ടുന്ന ആയുധാഭ്യാസങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ചെയ്ത് അങ്ങയെ തിരിച്ചേൽപ്പിക്കാമെന്നും നിർദ്ദേശിക്കുന്ന സമയത്ത് അഷ്ടവസുക്കളെ വശിഷ്ഠ മഹാ ഋഷി എന്തിനാണ് ഇപ്രകാരം ശപിച്ചത് എന്ന് എന്നെ അറിയിച്ചാലും ഭഗീരഥി എന്ന് ആവശ്യപ്പെടുന്ന ശന്തനു മഹാരാജാവിനോട് ആ കഥ ഗംഗ വിവരിച്ചു തുടങ്ങി. അല്ലയോ മഹാരാജാവേ, ഈ ഭൂലോകത്ത്, അതായത് മേരു പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ വനപ്രദേശമാണെങ്കിലും അതിമനോഹരമായ ഒരു ഉദ്യാനം ആയി കാണപ്പെടാനിടയാവുകയും ആ ഉദ്യാനം ചുറ്റിക്കറങ്ങി കാണുന്നതിലേക്ക് വേണ്ടിയായി ആ പ്രദേശത്തെത്തിയ അഷ്ടവസുക്കളും അവരുടെ പ്രേയസിമാരും ഈ അതിമനോഹരമായ ഉദ്യാന സമമായ ആ വനപ്രദേശം അങ്ങനെ കറങ്ങി കാണുന്ന സമയത്ത് ഈ വനപ്രദേശത്തിന് ഇത്തരം പ്രത്യേകത വരാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വസുക്കളോട് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ട പ്രേയസിമാർക്ക് ഈ വനപ്രദേശത്തിൻ്റെ പ്രത്യേകത ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ വശിഷ്ഠ മഹർഷി ഈ പ്രദേശത്ത് തപസ് ചെയ്യുന്നതിനാലാണെന്നും അതിനാൽ ഉദ്യാന സമമായ ഈ പ്രദേശം അങ്ങനെ ചുറ്റിക്കറങ്ങി കാണവേ
അതിമനോഹരമായ ഒരു പശു ആ പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന കണ്ടപ്പോൾ ഈ ഭൂലോകത്ത് ഇത്രയും മനോഹരമായതും എന്തോ വിചിത്രതകൾ ഉള്ളതുമായ ഈ പശു ഏതാണ് എന്ന് ഈ അഷ്ടവസുക്കളുടെ പ്രേയസിമാർ വസുക്കളോട് ചോദിക്കുകയും ഇത് സാധാരണ ഒരു പശുവല്ലെന്നും ദേവലോകത്തുള്ള ധേനുവിന് സമമായ വശിഷ്ഠ മഹർഷിക്കുള്ള നന്ദിനി എന്ന പശുവാണെന്നും ഈ പശുവിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്തും ലഭിക്കുന്നതാണ് എന്നും പ്രേയസിമാരെ അറിയിച്ച വസുക്കളോട് അഷ്ടവസുക്കളിൽ എട്ടാമനായ ദ്യോവിൻ്റെ പത്നി, ദ്യോവിൻ്റെ പ്രേയസി ഈ നന്ദിനിയെ അവൾക്ക് കൂടിയേ തീരുമെന്നും ഇതിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണമെന്നും ദ്യോവിനോട് ആവശ്യപ്പെടുകയും ഏതെങ്കിലും എങ്ങനെയും അവളെ നിരുത്സാഹപ്പെടുത്താൻ പരമാവധി ശ്രമം നടത്തുകയും എന്നാൽ അതിനൊന്നും വഴങ്ങാതെ ഇരിക്കുകയും അവസാനം ദ്യോവ് മറ്റ് വസുക്കളുടെ സഹായത്തോടു കൂടി ഈ പശുവിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. സാധാരണ പഴവർഗ്ഗങ്ങളൊക്കെ ശേഖരിക്കുന്നതിലേക്ക് വേണ്ടി ശിഷ്യന്മാരോടൊപ്പം അവിടുന്ന് പോയിരുന്ന വശിഷ്ഠ മഹർഷി തിരിച്ചെത്തി. എന്നും മേഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് തിരിച്ചെത്താതിരുന്ന നന്ദിനിയെ കാണാതിരുന്നപ്പോൾ നന്ദിനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിലേക്ക് വേണ്ടി അങ്ങനെ ദിവ്യദൃഷ്ടിയാൽ നോക്കുകയും ആ സമയത്ത് അഷ്ടവസുക്കളും പ്രേയസിമാരും ആ പ്രദേശം ചുറ്റിക്കറങ്ങി കാണുന്നതും അവസാനം നന്ദിനിയെ കടത്തിക്കൊണ്ടു പോകുന്നതും വശിഷ്ഠൻ കാണാനിടയാവുകയും ഉടൻ തന്നെ കോപിഷ്ഠനായ വശിഷ്ഠൻ വസുക്കളെ ഇപ്രകാരം ശപിക്കുകയും ചെയ്തു. അല്ലയോ അഷ്ടവസുക്കളെ, നിങ്ങൾ പ്രേയസിമാരുടെ ആഗ്രഹപ്രകാരം നന്ദിനിയെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാൻ തയ്യാറായതിനാൽ നിങ്ങൾ ഈ ഭൂലോകത്ത് മനുഷ്യരായി വന്ന് ജന്മമെടുക്കാനിടയാകട്ടെ എന്ന് ശപിക്കുകയും ഈ ശാപവാക്കുകൾ അറിഞ്ഞ അഷ്ടവസുക്കൾ ദേവലോകത്തെന്നല്ല എല്ലാ ലോകങ്ങളിലും യഥേഷ്ടം ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചുറ്റി കറങ്ങി അതിസന്തോഷമായി ജീവിച്ചിരുന്ന അഷ്ടവസുക്കൾക്ക് ഇന്ന് മനുഷ്യരായി ഈ ഭൂമുഖത്ത് മാത്രം ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന വസുക്കൾ എത്രയും പെട്ടെന്ന് വശിഷ്ഠ മഹർഷിയുടെ മുന്നിലെത്തുകയും നന്ദിനിയെ വശിഷ്ഠൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാവൽ വെച്ചിട്ട് ക്ഷമാപണം നടത്തി എങ്ങനെയും ഈ ശാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വശിഷ്ഠൻ ഈ പ്രകാരം പറഞ്ഞു, അല്ലയോ വസുക്കളെ, നിങ്ങൾ എൻ്റെ ശാപവാക്ക് ഒരു കാരണവശാലും ഫലിക്കാതിരിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ ഇപ്രകാരം എന്നോട് അപേക്ഷിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് ശാപത്തിന് 7 പേർക്കും ഞാൻ ഒരു പരിഹാരം പറഞ്ഞു തരാം. നിങ്ങൾ 7 പേരും മനുഷ്യരായി ജന്മമെടുത്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് ജന്മം ഉപേക്ഷിച്ച് വീണ്ടും വസുക്കളായി തിരിച്ചു പോകാവുന്നതാണ്. എന്നാൽ പ്രേയസിയുടെ പ്രേരണയാൽ നന്ദിനിയെ കടത്തിക്കൊണ്ടുപോകാൻ തയ്യാറായ ദ്യോവ് ഈ ഭൂമുഖത്ത് അനേകം വർഷം മനുഷ്യനായി ജീവിക്കേണ്ടതാണ്. മാത്രവുമല്ല പത്നിയുടെ പ്രേരണയാലാണ് ഈ ദുഷ്പ്രവൃത്തി ചെയ്യാനിടയായത് എന്നതിനാൽ ഈ മനുഷ്യനായി വസിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ സുഖമോ സ്ത്രീ സഹായമോ ഈ മനുഷ്യജന്മത്തിൽ ഉണ്ടാകുന്നതല്ല എന്നുകൂടെ ഞാൻ അറിയിക്കുന്നു. മാത്രവുമല്ല, എന്നാൽ ഈ ഭൂമുഖത്ത് ദ്യോവ് മനുഷ്യനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമുഖത്തുള്ള മനുഷ്യരിൽ വളരെ ശ്രേഷ്ഠനായിരിക്കുകയും ധനുർവിദ്യയിൽ വളരെ പ്രഗത്ഭനായിരിക്കുകയും വിദ്യാഭ്യാസത്തിൽ അതായത് ജ്ഞാനത്തിൽ
ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിക്കും അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർക്കും തുല്യനായ ജ്ഞാനമുണ്ടാകുന്നവനാവുമെന്നും ധനുർവിദ്യയിൽ ഇന്ദ്രന് സമമാവുമെന്നും എന്നാൽ മറ്റ് രീതിയിലുള്ള പരമ്പരാഗതമായ സുഖങ്ങൾ ത്യജിക്കേണ്ടി വരുമെന്നും അവരെ വസിഷ്ഠൻ അറിയിക്കുകയും ചെയ്തു. ഇത് പ്രകാരം ദുഃഖിതരായി നടന്നു വരികയായിരുന്ന അഷ്ടവസുക്കൾ എന്നെ കാണാനിടയാകുകയും, അതായത് ഗംഗാദേവിയായ എന്നെ കാണാനിടയാകുകയും, അങ്ങയ്ക്ക് ഓർമ്മയുണ്ടാകില്ല, പക്ഷേ പൂർവ്വജന്മമായതിനാൽ ഞാൻ അതേ ജന്മമായതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങും ബ്രഹ്മദേവൻ്റെ ശാപപ്രകാരമാണ് ബ്രഹ്മലോകത്ത് നിന്ന് വീണ്ടും രാജാവായി ദുഷ്യന്തനായി വീണ്ടും ഈ മനുഷ്യജന്മം എടുക്കുകയും അങ്ങ് മനുഷ്യജന്മമെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും ഈ ഭൂമുഖത്ത് ജീവിക്കണം എന്ന് ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാനും ഇതാ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്നും ദുഷ്യന്ത മഹാരാജാവായ ശന്തനു മഹാരാജാവായ അങ്ങ് എന്നെ കാണാൻ സന്ദർഭമായി വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഭൂലോകത്തേക്ക് വരാൻ പോകുന്ന ആ സന്ദർഭത്തിൽ വസുക്കൾ എന്നെ കണ്ട് എന്നോട് അവരുടെ ദുഃഖം അറിയിക്കുകയും അവർ ശന്തനു മഹാരാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ട ദുഷ്യന്ത മഹാരാജാവിൻ്റെ ോടൊപ്പം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ തയ്യാറാണെന്നും അതിന് ഞാൻ അവർക്ക് മാതാവായി ജന്മം കൊടുത്ത് മോക്ഷം നൽകേണ്ടതാണ് എന്ന് എന്നോട് അപേക്ഷിക്കുകയും, എന്തായാലും ശന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായി കുറച്ചു നാൾ ഈ ഭൂമുഖത്ത് അങ്ങയുടെ ഇഷ്ടം അനിഷ്ടം എന്നിലുണ്ടാകുന്ന സമയം വരെ ജീവിക്കണം എന്ന് ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ട പ്രകാരം ഞാനിവിടെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ പുത്രന്മാരായി ജന്മമെടുത്ത് ഉടൻ തന്നെ മോക്ഷം നൽകിക്കൊള്ളാം എന്ന് എന്നോട് കരഞ്ഞ് അപേക്ഷിച്ച അഷ്ടവസുക്കൾക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു. ആ സമയത്ത് 7 പേർക്കും ഉടൻ തന്നെ മോക്ഷം കൊടുക്കുകയും 8ാമത്തെ പുത്രനെ അങ്ങേക്ക് നൽകുകയും ചെയ്യുമെന്ന് അവരോട് തന്നെ ഞാൻ വാക്ക് പറഞ്ഞിരുന്നു. ആയതിനാൽ ഞാനിപ്പോൾ അങ്ങ് എനിക്ക് തന്ന വാക്ക് പാലിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചതിനാൽ ഞാനിപ്പോൾ തന്നെ ഈ ഭൂലോകത്തു നിന്ന് പോകുന്നതാണെന്നും, എന്നാൽ ഞാൻ പ്രസവിച്ച ഈ 8ാമത്തെ കുഞ്ഞ് അങ്ങേക്കുള്ളതാണെന്നും, ഇവനെ ബാല്യം തീർന്ന് കൗമാരത്തിലെത്തുന്ന സമയത്ത് തന്നെ സർവ വേദശാസ്ത്രങ്ങളും പഠിപ്പിച്ച് ധനുർവിദ്യയും എല്ലാം പഠിപ്പിച്ച് അങ്ങയെ തിരിച്ചേൽപ്പിച്ചു കൊള്ളാം എന്നും മഹാരാജാവിനോട് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് കുഞ്ഞുമായി ഗംഗാദേവി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഗംഗാദേവിയെ ഇപ്രകാരം നഷ്ടപ്പെട്ട ശന്തനു മഹാരാജാവ് രാജകുടുംബാംഗങ്ങളും രാജ്യത്തുള്ള മറ്റ് ആൾക്കാരും എല്ലാം ഏതാനും നാളുകൾ ദുഃഖിച്ചു കഴിയാനിടയായി. എങ്കിലും മഹാരാജാവ് തൻ്റെ ദൗത്യം ഓർമ്മ വന്ന് വളരെ ഭംഗിയായി രാജഭരണം തുടർന്നു പോവുകയും ഹസ്തിനപുരി മഹാരാജ്യം വളരെ ശ്രേയസ്കരമായി ഭരണം നടത്തുന്നതിനോടൊപ്പം ഭാരതദേശത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ എല്ലാ രാജാക്കന്മാരിൽ നിന്നും ശന്തനു മഹാരാജാവ് എല്ലാവരുടെയും ചക്രവർത്തിയായി അറിയപ്പെടുകയും ചെയ്ത് അങ്ങനെ വളരെ ദീർഘനാൾ രാജ്യം ഭരിച്ചുപോയി.
വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ശന്തനു മഹാരാജാവ് വേട്ടയാടി പതിവ് പോലെ ഗംഗാനദീ തീരത്തെത്തുന്ന സമയത്ത് മഹാരാജാവ് ഒരു അത്ഭുതം കണ്ടു. സമുദ്രത്തിന് സമമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗാ നദി അദ്ദേഹം മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ നിന്ന് വിഭിന്നമായി വളരെ ജലം കുറഞ്ഞ ഒരവസ്ഥയിൽ കാണാനിടയായി. എന്താണ് ഗംഗയ്ക്ക് സംഭവിച്ചത് എന്ന് അറിയുന്നതിലേക്ക് വേണ്ടി നദീതീരത്തുകൂടെ ഇങ്ങനെ നടക്കുകയായിരുന്ന മഹാരാജാവ് കുറച്ചു ദൂരം മുന്നിലെത്തിയപ്പോൾ അതിമനോഹരനായ ഒരു ബാലൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കിടന്ന യുവകോമളനായ ഒരു കുമാരൻ ഗംഗാനദിയുടെ കുറുകെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അസ്ത്രങ്ങൾ എയ്ത് ഗംഗയ്ക്ക് കുറുകെ അണകെട്ടുകയാണ്, ചിറകെട്ടുകയാണ്. വളരെ വിദഗ്ധനും പ്രശസ്തനും അക്കാലത്ത് ലോകപ്രശസ്തനുമായിരുന്ന ശന്തനു മഹാരാജാവ്, ധനുർവിദ്യയിൽ ഏറ്റവും വിദഗ്ധനായിരുന്ന ശന്തനു മഹാരാജാവ് ഈ ധനുർവിദ്യ കണ്ട് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇത്രയും അതിവിശാലമായ ഗംഗാനദിയെ അസ്ത്രങ്ങളാൽ ചിറകെട്ടുക എന്ന അത്ഭുത വിദ്യ നിമിഷങ്ങൾ കൊണ്ടിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഈ യുവകോമളൻ ആരാണ്, ഇവൻ ഏതോ ദേവകുമാരനാണ് എന്ന് ധരിച്ച്, അല്ലയോ കുമാര നീ ആരാണ് എന്ന് ഇങ്ങനെ ചോദിക്കുകയും തിരിഞ്ഞു നോക്കിയ കുമാരൻ ഉടൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ശന്തനുവിന് ഓർമ്മ വന്നു, ഇത് ഗംഗാദേവി എനിക്ക് നൽകിയ എൻ്റെ പുത്രൻ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഗംഗയെ ഓർത്ത്, അലയോ ദേവി, അലയോ ഹിമവൽ പുത്രി ഭാഗീരഥി, എൻ്റെ പുത്രനാണ് ഇവനെങ്കിൽ, എൻ്റെ മുന്നിൽ കാണിച്ചു തന്നത് എൻ്റെ പുത്രനെ തന്നെയാണെങ്കിൽ ഈ പുത്രനെ എത്രയും പെട്ടെന്ന് എനിക്ക് തന്ന് എന്നെ ധന്യയാക്കിയാലും എന്ന് ആ ഗംഗാദേവിയെ ധ്യാനിക്കുകയും ആ ഗംഗയുടെ മധ്യഭാഗത്ത് ഒരു ഓളമുണ്ടാവുകയും ഗംഗയിൽ നിന്ന് ഇങ്ങനെ ശോഭനമായ ദേവി ഉയർന്നു വരികയും കയ്യിൽ ഉണ്ണിയെ പിടിച്ചിരിക്കുകയും ചെയ്തിരുന്നു. മഹാരാജാവിന് അടുത്തെത്തിയ ഗംഗാദേവി, ഉണ്ണി നിൻ്റെ പിതാവാണ് ഈ നിൽക്കുന്നതെന്നും പിതാവിനെ പ്രണമിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കുമാരൻ മഹാരാജാവിനെ പ്രണമിക്കുകയും എണീറ്റ് കഴിഞ്ഞ കുമാരനെ മഹാരാജാവിന് ഗംഗാദേവി ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാരാജൻ, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വശിഷ്ഠ മഹർഷിയാൽ വേദശാസ്ത്രങ്ങളും മുൻ പുരാണങ്ങളും യുഗയുഗാന്തരങ്ങളിലുള്ള ചരിത്രങ്ങളും എല്ലാം അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അസ്ത്രവിദ്യയിൽ യവൻ ഇന്ദ്രൻ്റെ സമനാണ്, യവനെ ജയിക്കാൻ ആരും ഉണ്ടാവില്ല. ധർമ്മശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും രാജശാസ്ത്രവും എല്ലാം അതിവിദഗ്ധമായി ഈ കാലയളവിൽ ഉള്ളിൽ തന്നെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങേക്ക് അങ്ങയുടെ പുത്രനെ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറയുകയും മഹാരാജാവിൻ്റെ കയ്യിലേൽപ്പിച്ചതിന് ശേഷം ഗംഗാദേവി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മഹാരാജാവ് ഈ കുമാരന് ഗംഗാദത്തൻ എന്ന് പേര് നൽകുകയും വളരെ സന്തോഷത്തോടുകൂടി കൊട്ടാരത്തിലെത്തിയ മഹാരാജാവ് ഗംഗാദത്തനെ കൊട്ടാരത്തിലെല്ലാവർക്കും പരിചയപ്പെടുത്തുകയും രാജകുടുംബാംഗങ്ങളും രാജ്യത്തുള്ള സർവ്വജനങ്ങളും അതീവ സന്തുഷ്ടരാവുകയും ചെയ്തു. അങ്ങനെ ഗംഗാദത്തനെ മഹാരാജാവ് യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് ശന്തനു മഹാരാജാവ് മറ്റൊരു വിവാഹം കഴിക്കാനിടയാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും സംഭവബഹുലമായ മറ്റ് കഥകളെക്കുറിച്ചും തുടർന്ന് പോകാം. തൽക്കാലം നിർത്തട്ടെ.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.